നമസ്കാരം ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഈ ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിംഗ് ന്യൂസുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും എല്ലാം തന്നെ എത്തിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്കും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും അത് ക്ലാസ് റൂമിൽ ഇരുന്നും അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഫസ്റ്റ് കമൻറ്റിൽ ഇൻസ്ട്രക്ടറായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. മാർക്കറ്റിലേക്ക് കിടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റും അതല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റും ഒന്നടങ്കം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് തോന്നും വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നുവെന്ന്. എന്നാൽ അതല്ല സ്ഥിതി. തിങ്കളാഴ്ചയിലെ ഓപ്പണിങ്ങിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഏകദേശം ഒരു 250 പോയിന്റ് മാത്രമാണ് ഫോൾ ആയിട്ടുള്ളത്. എന്നാൽ ജപ്പാൻ മാർക്കറ്റ് 5000 പോയിന്റും US മാർക്കറ്റ് 1000 പോയിന്റിൻ്റെ ഒരു ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഫോളിന് കാരണം? അതല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒരാഴ്ചയും നിലനിൽക്കുന്ന ആ ഒരു ഭീതിക്ക് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും US നിന്ന് ജോബ് ഡേറ്റ വന്നു. അവിടുത്തെ പുതിയ ജോബ് ക്രിയേഷൻ 1.7, അതായത് 1,70,000 നിന്ന് 1,40,000 കുറഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ തന്നെ അവിടെ പല പ്രമുഖരായിട്ടുള്ള കമ്പനീസും ആളുകളെ പിരിച്ചുവിടുന്നുണ്ട്, ലേ ഓഫ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ US ഈ ഒരു കാലാവസ്ഥയുടെ പ്രതികൂല കാലാവസ്ഥാ സാഹചര്യങ്ങൾ കാരണം, അതായത് തീപിടുത്തം അതല്ലെങ്കിൽ ചുഴലിക്കാറ്റ് കാരണം എല്ലാം തന്നെ അവിടുത്തെ ഇൻഷുറൻസ് മേഖല കുറച്ചധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ, മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഒരേ സമയം ലെബനാനുമായിട്ടും അതല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനുമായിട്ടും ഇസ്രായേൽ പലസ്തീനായിട്ടും 3 രാജ്യങ്ങളായിട്ടുള്ള സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അത് ചില അവസരങ്ങളിൽ രൂക്ഷമാകുന്നുണ്ട് എന്നുള്ളതും. കൂടാതെ എല്ലാ എൻറ്റയർ മാർക്കറ്റും ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പാനിക് ന്യൂസിന് അതിന് ശക്തിയേറുമെന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോളിന് പ്രധാന കാരണം. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. നിഫ്റ്റിയുടെ ചാർട്ടിൽ എൻറ്റയർ വീക്ക്ലി ക്യാൻഡിലാണ് ഇവിടെ കാണുന്നത്. തിങ്കളാഴ്ച ഓപ്പണിംഗ് റേഞ്ച് കാണാം. ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് തിങ്കളാഴ്ച ഹൈ ക്രിയേറ്റ് ചെയ്ത്, അതായത് ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 121 പോയിന്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത് 25,000 മുകളിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹൈ, ഇൻട്രാഡേ ഹൈ അതല്ലെങ്കിൽ വീക്ക്ലി ഹൈയിൽ നിന്ന് നിഫ്റ്റി ഇടിഞ്ഞിട്ടുള്ളത് 377 പോയിൻ്റാണ്. എന്നാൽ തിങ്കളാഴ്ചയിലെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 250 പോയിന്റ് മാത്രമാണ് നിഫ്റ്റി ഫോൾ ആയിട്ടുള്ളൂ. അല്ലാതെ സീവിയർ ആയിട്ടുള്ള ഫോളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ആഴ്ചയിൽ വീക്കിലി അടിസ്ഥാനത്തിൽ നിഫ്റ്റിയിൽ NTPC, BPC, ഏഷ്യൻ പെയിൻറ്റ്, ഡിവിസ് ലാബ്, പവർ ഗ്രിഡ് 4 മുതൽ 6% വരെയുള്ള നേട്ടം കൈവരിച്ചപ്പോൾ ഐഷർ മോട്ടോഴ്സ്, LNT, ഗ്രാസിം, M&M, വിപ്രോ വീക്കിലി അടിസ്ഥാനത്തിൽ 4 മുതൽ 6% വരെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ആഭ്യന്തര വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രകടനം കഴിഞ്ഞ ആഴ്ച എടുക്കുകയാണെങ്കിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ച നടത്തിയിരിക്കുന്നത് 13,000 കോടി രൂപക്ക് അടുത്ത് സെല്ലും. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് 17,000 കോടി രൂപയുടെ ബൈയിങ് ആണ്. കാണാം സ്ക്രീനിൽ. FIS, DISൻ്റെ ഡേറ്റ ഇവിടെയുണ്ട്. DIS ഇന്ത്യൻ മാർക്കറ്റിൽ 5,600, 5,500, 3,300. വ്യാഴാഴ്ച ദിവസം മാത്രം 337 കോടി രൂപയുടെ സെല്ലും വെള്ളിയാഴ്ച ഏകദേശം 2,965 കോടി രൂപയുടെ ബൈയിങ് ആണ്. FIS കാണാം, വ്യാഴാഴ്ച ദിവസം മാത്രം 2,089 കോടി രൂപയുടെ ബൈയിങ്ങും ബാക്കിയുള്ള എല്ലാ ദിവസവും സെല്ലിംഗ് ആണ്. പക്ഷേ ഇവിടെ വാല്യൂസ് നടക്കുമ്പോൾ നെറ്റ് ബൈ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം ഒരു 4,000 കോടി രൂപയുടെ ബൈയിങ് ആണ് കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ ഭീകരമായിട്ടുള്ള സെല്ലിംഗ് ഒന്നും കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ബിറ്റ്കോയിൻ നോക്കണ്ട, ബിറ്റ്കോയിൻ 24 മണിക്കൂറും ട്രേഡ് ചെയ്യുന്നുണ്ട്. അതോടെ തന്നെ വാല്യൂസ് നോക്കണ്ട. അതിന് താഴെ ഏറ്റവും താഴേന്ന് നോക്കാം, വളരെ എളുപ്പമാണ്. ഏറ്റവും താഴേന്ന് US ഫിക്സ് 2.76% സ്പൈക്ക് ഉണ്ടായി 17. നാസ്ഡാക്ക് ഇടിഞ്ഞത് കാണാം, ഡോ ഇടിഞ്ഞത് കാണാം, യൂറോപ്യൻ മാർക്കറ്റ് 3 ഇടിഞ്ഞത് കാണാം. അതിൽ ടോപ്പിലുള്ള എല്ലാ ഏഷ്യൻ മാർക്കറ്റ് ഇടിഞ്ഞത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഇൻഫോസിസും വിപ്രോയും അതല്ലെങ്കിൽ HDFC ബാങ്കും എല്ലാം തന്നെ 2.5% ഇടിവ് രേഖപ്പെടുത്തി. റിലയൻസ് GDRലും 1.8% ഇടിവ് രേഖപ്പെടുത്തി. ഇനി അടുത്ത ആഴ്ചയിലെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഉള്ള പ്രധാന ഈവൻറ്റ് നമുക്ക് കാണാം. US മാർക്കറ്റിൽ നിന്ന് സർവീസ് PMI 7.4 ഉണ്ട്, അതായത് ഓഗസ്റ്റ് 5-ാം തീയതി 7.4 PM ഉണ്ട്. അതുപോലെ തന്നെ UKയിലെ സർവീസ് PMI 2 PM ഉണ്ട്. ഓഗസ്റ്റ് 6 UKയിലെ കൺസ്ട്രക്ഷൻ PMI 2 PM. ഓഗസ്റ്റ് 7 പ്രത്യേകിച്ച് ഒരു ഇവൻറ്റും ഇല്ല.
ഈവൻ്റ് ഉണ്ട്, പ്രധാന ഈവൻ്റ് ഇല്ല. ഓഗസ്റ്റ് 8-ന് യുഎസിൽ നിന്ന് കൺസ്യൂമർ ക്രെഡിറ്റും ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റയും 6 മണിക്കും 12 AM വരുന്നുണ്ട്. ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ 10 AM-ന് ഓഗസ്റ്റ് 8-ാം തീയതി വരുന്നുണ്ട്. ഓഗസ്റ്റ് 9-ന് ചൈനയിലെ ഇൻഫ്ലേഷൻ ഡേറ്റയും ജർമ്മനിയിലെ ഇൻഫ്ലേഷൻ ഡേറ്റയും ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ യുഎസിൽ നിന്ന് ഇനീഷ്യൽ ജോബ് ഡേറ്റ, ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ്, ചൈനയിലെ ഇൻഫ്ലേഷൻ, ജർമ്മനിയിലെ ഇൻഫ്ലേഷനാണ് അടുത്ത ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഈവൻ്റ് ഉള്ളത്. അതെല്ലാം തന്നെ റെലവൻ്റ് ഉള്ള ഡേറ്റയാണ്. നമ്മൾ ഈ ഗ്ലോബൽ മാർക്കറ്റ് ഈവൻ്റ് നമ്മളുടെ വെബ്സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ IPO, ഡിവിഡൻഡ്, അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റിൻ്റെ ഒരു വെബ്സൈറ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താ? ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റൊരു കുടക്കീഴിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്നത്. ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് ബുക്ക് മാർക്ക് ചെയ്യാം, മൊബൈലിൽ ബുക്ക് മാർക്ക് ചെയ്യാം. ആവശ്യം അനുസരണം നമുക്ക് പല പല ഡേറ്റാസും, FIസിൻ്റെ ആക്ടിവിറ്റീസ്, FIസിൻ്റെ ഇൻഡെക്സ് ഫീസുള്ള ആക്ടിവിറ്റീസ്, IPO, ഡിവിഡൻഡ്, അങ്ങനെ എല്ലാം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റിൽ നമ്മൾ ഈ ട്രേഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റിൻ്റെ സഹായം നമ്മൾ തേടുമല്ലോ. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡേറ്റയും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ അത് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റും അതല്ലെങ്കിൽ പൊതുവെയുള്ള ധാരണകളെല്ലാം തന്നെ വരുത്തി. ഇനി നമുക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകളിലെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. SBIയുടെ ന്യൂസാണ്. SBI രാജ്യത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ്. നെറ്റ് പ്രോഫിറ്റ് 1% മാത്രം ഉയർന്നു. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണെന്ന് പറയാം. 17,035 കോടി രൂപ. അംബുജ സിമൻറ്റ്, അദാനി ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള അംബുജ സിമൻറ്റ് 1,600 കോടി രൂപയാണ് ഇവരുടെ പുതിയ ഒരു സിമൻറ്റ് ഗ്രൈൻഡിങ് യൂണിറ്റ് ബീഹാറിൽ അവർ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി മുടക്കുന്നത്. അശോക ബിൽഡ്കോൺ കമ്പനി, ഇവർക്ക് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, MMRDA, നമ്മുടെ GCDA എന്നൊക്കെ പറയും പോലെ, അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഏകദേശം 1,280 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ടാറ്റ ഗ്രൂപ്പ് 27,000 കോടി രൂപയ്ക്ക് സെമി കണ്ടക്ടർ യൂണിറ്റ് ആസാമിൽ അവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജ്യം സ്വന്തമായിട്ട് സെമി കണ്ടക്ടർ ബിസിനസ് ചെയ്യുകയാണ്. ഇനി സെമി കണ്ടക്ടർ വാങ്ങാനായിട്ട് വേറെ രാജ്യങ്ങളെയൊന്നും ആശ്രയിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഇപ്പോഴല്ല, ഏകദേശം ഒരു നിയർ ഫ്യൂച്ചറിൽ, ഒരു 3 ഇയറിന് അപ്പുറം ഇന്ത്യ സ്വയമായിട്ട് സെമി കണ്ടക്ടർ എല്ലാം തന്നെ ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള മാറും. ഇതൊരു വലിയ ന്യൂസാണ് ആക്ച്വലി. JK ടയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 37% ഉയർന്ന് 211 കോടി രൂപ കരസ്ഥമാക്കി. ബ്രിട്ടാനിയ നെറ്റ് പ്രോഫിറ്റ് 11% ഉയർന്നു. എന്നാലും സ്ട്രീറ്റ് പ്രതീക്ഷിച്ചിട്ടുള്ള റിസൾട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. ടൈറ്റാൻ നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റ് ആയിരുന്നു, 770 കോടി രൂപ. കഴിഞ്ഞ തവണയും ഓൾമോസ്റ്റ് അത് തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത പ്രോഫിറ്റ് ടൈറ്റാനും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് അനുമാനം. ജീനസ് പവർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് അല്ല, ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 2.8%, ഇവരുടെ തന്നെ പ്രൊമോട്ടർ ഗ്രൂപ്പ് ഇവരുടെ തന്നെ സ്റ്റോക്ക് വിൽക്കുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 8% ഉയർന്നു. അമരാജ ബാറ്ററി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്ന് 249 കോടി രൂപ കരസ്ഥമാക്കി. സർദ എനർജി കമ്പനി 171 കോടി രൂപയിൽ നിന്ന് 199 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഗുജറാത്ത് അംബുജ എക്സ്പോർട്ട് കമ്പനി 70 കോടി രൂപയിൽ നിന്ന് 76 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ കമ്പനി 52 കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഇത്തവണ 30 കോടി രൂപയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ ചെക്ക് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞു. ആഫിൽ ഇന്ത്യ കമ്പനി 66 കോടി രൂപയിൽ നിന്ന് 86 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. എവർഡേ ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ 24 കോടി രൂപയിൽ നിന്ന് 29 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ബാങ്ക് ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 6% ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 1,703 കോടി രൂപ കരസ്ഥമാക്കി. ഡിവിസ് ലാബ് നെറ്റ് പ്രോഫിറ്റ് 21% ഉയർന്ന് 430 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്ഥിരമായിട്ട് ഒരു ഹയർ ലെവലിൽ മാർക്കറ്റ് നിൽക്കാറില്ല. ഹയർ ലെവലിൽ മാർക്കറ്റ് എത്തുമ്പോഴേക്കും ആളുകൾക്ക് പാനിക്കായിട്ടുള്ളൊരവസ്ഥ കൂടുതൽ വരും. അപ്പോൾ ഈ ലോവർ ലെവലിലും അതിഭീകരമായിട്ടുള്ള പാനിക് ന്യൂസ് വന്നാലും ഇമ്പാക്റ്റ് ചെയ്യില്ല. കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈ അല്ല. അപ്പോൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണോ അല്ലയോ എന്ന് നോക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നിഫ്റ്റിയുടെ PE വാല്യൂ നോക്കിയാൽ മതി. 20-ൽ കൂടുതൽ PE നിഫ്റ്റി പോകുമ്പോൾ തന്നെ മാർക്കറ്റിൽ ഇൻഡെക്സ് എല്ലാം തന്നെ ഒരു ഹയർ ലെവലിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനർത്ഥം സ്റ്റോക്കുകളിൽ എല്ലാം തന്നെ വിറ്റ് മാറണമെന്നല്ല, പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്
തുടങ്ങുന്ന ആളുകൾ ഇത് ഒരു മാർക്കറ്റ് ഒരു ഹയർ ലെവലിലാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടാകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. അപ്പോൾ ഇപ്പോഴും ആ ഒരു മാന്ദ്യസാധ്യതകളും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച പക്ഷേ കഴിഞ്ഞ ആഴ്ച ഒരു സെൽ ഓഫ് ഉണ്ടായല്ലോ. അപ്പോൾ സെല്ലിംഗ് പ്രഷർ കുറവാകാനുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റിൽ വളരെ നിസ്സാരം പോയിന്റ് മാത്രമാണ് കുറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ DIs ആണ്. DIs 20,000 കോടി രൂപ നമുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. മന്ത്ലി 20,000 കോടി രൂപ. അപ്പോൾ 20,000 കോടി രൂപേനെ ഏകദേശം ഒരു 22 ട്രേഡിംഗ് ഡേയിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 900 കോടി രൂപ അവർക്ക് ഒരു ദിവസം ബൈ ചെയ്തേ പറ്റുള്ളൂ. അതായത് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന കാശ് അവർക്ക് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ സാധിക്കില്ലല്ലോ. ഒരു സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന ഫണ്ട് സ്മോൾ ക്യാപ്പിലേക്ക് ഇട്ടേ പറ്റുള്ളൂ. ഒരു മിഡ് ക്യാപ്പിലേക്ക് വരുന്ന ഫണ്ട് അതിലേക്ക് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ 20,000 കോടി രൂപയാണ് നമുക്ക് മന്ത്ലി വരുന്നത്. 20,000 സിംപ്ലി ഡിവൈഡഡ് ബൈ 22 എന്ന് നോക്കുകയാണെങ്കിൽ 900 കോടി രൂപക്ക് ബൈ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇന്ത്യൻ നമ്മളുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനുണ്ട്. അപ്പോൾ 20,000 കോടി രൂപയുടെ സെല്ല് മന്ത്ലി അടിസ്ഥാനത്തിൽ FIs നടത്തിയാൽ മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് കറക്റ്റ് ചെയ്യുകയുള്ളൂ. വലിയൊരു കറക്ഷൻ നൽകുകയുള്ളൂ. അതല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇതുപോലെ പോകുമെന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. പിന്നെ റീറ്റെയിലേഴ്സ് FIസിൻ്റെ കൂടെയാണ്, അത് ഓർമ്മ വേണം. FIs എന്ത് ചെയ്യുന്നു അതാണ് റീറ്റെയിലേഴ്സ് ചെയ്യപ്പെടാറ്. അപ്പോൾ FIസിൻ്റെ ആക്ടിവിറ്റീസ് ഈ FIസും ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാർട്ടിസിപ്പൻസ് ആണ്. പക്ഷെ അവർക്ക് ഒരു പ്രത്യേക ഒരു നിലപാടില്ല. അവർ ഈ വലിയ ശക്തികളുടെ ഒപ്പം തന്നെ പോകും. നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഓർമ്മിച്ച് വേണം മാർക്കറ്റിലേക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ വിശദമായിട്ട് നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താൻ എല്ലാവർക്കും ശുഭരാത്രി.